ചത്തുപോയിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. മരിച്ചു കൊടുത്ത് രണ്ടുപേരും മരിച്ചു എന്ന് കണക്കാക്കാമായിരുന്നു. പ്രതി അഫാൻ മരിക്കുന്നത് എങ്ങനെയെന്ന് ഫോണിൽ തെരഞ്ഞിരുന്നതായി അന്വേഷണ സംഘം. കൂട്ടക്കൊലയ്ക്ക് മുൻപ് യൂട്യൂബിൽ മരിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ കണ്ടിരുന്നു. ദൃശ്യങ്ങൾ ഉമ്മ ഷെമിയെയും ഈ ദൃശ്യം കാണിച്ചിരുന്നതായി. എന്താ പറയാ, ഞാൻ എല്ലാ വീട്ടിലും പോണെങ്കിൽ എല്ലാവരും എന്നോട് സ്നേഹമാണ്. അഫാനെയും ഉപ്പയെയും ഒരുമിച്ച് ഇരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഉപ്പ പറഞ്ഞ കാര്യങ്ങൾ ഇവർക്ക് എങ്ങനെയാണ് ഈ കടം വന്നത് എനിക്കറിയില്ല എന്ന് അതേ വാദത്തിൽ ഉറച്ചു. അഫാനും അത് സമ്മതിച്ചു. ഉപ്പയ്ക്ക് അറിയാതെയാണ് ഞാനും ഉമ്മയും ഇത്രയധികം കടം വാങ്ങിക്കൂട്ടിയത് എന്നുള്ളത്. അതുകൂടാതെ അഫാന്റെ മുഖത്ത് നോക്കി ഉപ്പ ഒരു ചോദ്യം ചോദിച്ചു, എന്തിന് നീ ഈ കൊലച്ചത് ചെയ്തു എന്നുള്ളത്. അതിനുള്ള മറുപടിയായി ഞാൻ മാത്രം പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ വിഷമം കാണാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ അവരെയും തീർത്തത് എന്നാണ് ഉപ്പയോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പോയിട്ട് വീണ്ടും അവൻ നല്ല പിള്ള ചമയുക, എനിക്ക് എന്റെ മാതാപിതാക്കളെ കാണണം, അവരുടെ കൂടെ ഇരിക്കണം. എന്താ നാടകം! ഇത്രയും ദിവസം ഓടിച്ചാടി കാലു മുറിക്കാൻ ശ്രമിക്കലും കാട്ടിക്കൂട്ടലുകളൊക്കെ ആയിരുന്നു. അപ്പൊ അതൊക്കെ മാറി കൃത്യമായി കാര്യം മനസ്സിലായി, പണി കിട്ടും എന്നുള്ളത്.